ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇത് 78th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേറ്റു, വേഗം ഫ്രഷായി, ചായയൊക്കെ കുടിച്ചു, ബൾബൊക്കെ കത്തിച്ചു. അപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇത് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കാണാനുള്ള പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. താഴെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കാണാൻ ഞാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും എത്തിയിട്ടില്ല, കുട്ടികൾക്കൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ എല്ലാ അമ്മമാരും ഒക്കെ ഒന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പം എല്ലാ പാരൻസും എത്താനുണ്ട്. ഞാൻ താഴെ എത്തി വെയിറ്റ് ചെയ്യാൻ കേട്ടോ എല്ലാവരെയും. കുറച്ച് കുട്ടികൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാരതം എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇരന്നു വാങ്ങിയ ഔദാര്യമല്ല, പൂർവികർ പോരാടി നേടിയ അവകാശമാണ് എൻ്റെ സ്വാതന്ത്ര്യം. ഓരോ രാഷ്ട്രസ്നേഹികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് എല്ലാവരോടും. അങ്ങനെ ഫ്ലാറ്റിൽ കുട്ടികളൊക്കെ എത്തി തുടങ്ങി. അങ്ങനെ എല്ലാ മക്കൾക്കും കുഞ്ഞു കുഞ്ഞു ഫ്ലാഗ്സൊക്കെ നമ്മളിവിടെ ഷർട്ടിൻ്റെയും ടീഷർട്ട്സിൻ്റെയൊക്കെ മേലെ വെക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ അവർ എല്ലാവരോടും അറേഞ്ച് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും കൊച്ചുമക്കളൊക്കെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട്. ഈ മക്കൾക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് മധുരപലഹാരം കഴിക്കാൻ. മധുരപലഹാരങ്ങളില്ല, ലഡുവോ പായസമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആയിരിക്കും നമ്മുടെ ഫ്ലാറ്റിൽ കൊടുക്കുക. അപ്പോൾ കൊച്ചുമക്കൾക്ക് ഇത് കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ, സ്കൂളിലെ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാണ്ട്. അപ്പം അങ്ങനെ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മേലോട്ട് നോക്കിയിരിക്കുകയാണ്. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. അങ്ങനെ പതാകയ്ക്ക് ഉയർത്തി ലഡുവൊക്കെ കൊടുത്തു. കൊച്ചുമക്കളെ ലഡുവൊക്കെ കഴിച്ചു. ഞാനും ലഡു എടുത്ത് നേരെ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവർക്കും പിന്നെ കാണാം.